ഓരോ വിരൽത്തുമ്പിലൂടെയും ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല. ചില ചിത്രങ്ങൾ. ആ കളിക്കളങ്ങൾ ഇപ്പോഴും സജീവമാണ്. നേടിയതും പൊരുതിക്കേറിയതും. പരീക്ഷണങ്ങളെ ജയിക്കാൻ നമ്മളെ പഠിപ്പിച്ചവർ. അറിയാൻ, അറിവ് പകരാൻ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരായവർ. മാറുന്ന കാലം, വേഗം, ലോകം ഒപ്പം മുന്നേറാൻ പ്രാപ്തരാക്കിയവർ. ഇനി ലൈവ് ക്ലാസുകളിലൂടെ നിങ്ങളുടെ വീടുകളിലെത്തുന്നു ഓരോ വിരൽത്തുമ്പിലൂടെയും ലോക നിലവാരമുള്ള മികവിന്റെ വിദ്യാലയം. നൽകാം നമ്മുടെ കുട്ടികൾക്ക് നല്ല പാഠങ്ങളുടെ കൂട്ടുകെട്ട്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇനിയൊപ്പമുണ്ട് ഹോം സ്കൂൾ, where you learn best. ചില വഴികൾ നമ്മൾ മറക്കാറില്ല. ചില ചുവരുകൾ നമ്മൾ മായ്ക്കാറില്ല. ചില ചിത്രങ്ങൾ. ഹായ് ഓൾ, വെൽക്കം ടു ഹോം സ്കൂൾസ് ഇംപ്രൂവ്മെൻറ്റ് റിവിഷൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ആണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ 16th ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററാണ്. എല്ലാവരും റെഡി അല്ലേ പ്രോബബിലിറ്റി പഠിക്കാനായിട്ട്? അല്ലേ? പ്രോബബിലിറ്റിയിൽ നിന്ന് നമ്മൾ സാധാരണ ചോദിക്കുന്നത് 4 മാർക്കിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പ്രോബബിലിറ്റിയിൽ നിന്ന് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ആ 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്നുള്ളത്. കാരണം എല്ലാവർക്കും അറിയാം, വളരെ എളുപ്പമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് പ്രോബബിലിറ്റി. ഹായ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ പ്രോബബിലിറ്റിയിലേക്ക് വരുമ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചാൻസ് ഓഫ് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, അല്ലെങ്കിൽ സാധ്യതകളുടെ ഗണിതം എന്നൊക്കെ നമുക്ക് പറയാം. ഇത് ഈ രീതിയിലൊക്കെ നമ്മൾ ഓൾറെഡി 10th സ്റ്റാൻഡേർഡുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രോബബിലിറ്റി എന്നുള്ള കാര്യം. സോ ഈ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രോബബിലിറ്റീനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ എന്ന് പറയുന്നത്, അതായത് പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്ററും നമ്മുടെ നമ്മുടെ സെറ്റ് എന്നുള്ള ചാപ്റ്ററും, പ്രോബബിലിറ്റിയും നമ്മുടെ സെറ്റ് എന്നുള്ള ചാപ്റ്ററും രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. നമ്മൾ ഓൾറെഡി സെറ്റ് എന്നുള്ള ചാപ്റ്റർ സെറ്റാക്കി പഠിച്ചു കഴിഞ്ഞ കാര്യമാണ് അല്ലേ? അപ്പോൾ അതും ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ചാപ്റ്ററാണ് നമ്മുടെ ഈ പ്രോബബിലിറ്റി എന്നുള്ള ചാപ്റ്റർ. സോ ആ ചാപ്റ്റർ പഠിക്കുന്നതിലൂടെ ഈ ചാപ്റ്റർ കുറച്ചുകൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും ഇതുവരെയുള്ള ചാപ്റ്റേഴ്സ്, അതായത് നമ്മുടെ ആദ്യം മുതൽ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു തംസ് അപ്പ് ഇട്ടേ. എല്ലാവരും പഠിച്ചു കഴിഞ്ഞോ? നമ്മൾ എക്സാം അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ആ ചാപ്റ്റേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് എല്ലാം പഠിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് ഈസിയാണ്. ഇനി ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് മാത്സിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. അപ്പോൾ ഇനിയുള്ള ചാപ്റ്റേഴ്സും ബാക്കി നമുക്ക് ഇനി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സും എല്ലാവരും കറക്റ്റായിട്ട് പഠിക്കുക. സോ നിങ്ങൾക്ക് ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ പ്രോബബിലിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രോബബിലിറ്റീനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രോബബിലിറ്റീനെ പറ്റി പറയുമ്പോൾ ആദ്യം അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് റാൻഡം എക്സ്പെരിമെൻറ്റ്? നമ്മൾ കുറേ എക്സ്പെരിമെൻറ്റ്സ് കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഫിസിക്സ് ലാബുകളിലായാലും കെമിസ്ട്രി ലാബുകളിലായാലും നമ്മൾ ഓൾറെഡി കുറേ എക്സ്പെരിമെൻറ്റ്സ് കണ്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ എക്സ്പെരിമെൻറ്റിനെയും നമുക്ക് റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയാനായിട്ട് പറ്റുമോ? എല്ലാ എക്സ്പെരിമെൻസിനെയും നമുക്ക് റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയാനായിട്ട് പറ്റില്ല. അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷൻ?
നമുക്ക് എല്ലാ എക്സ്പീരിയൻസിനെയും റാൻഡം എക്സ്പീരിയൻസും പറയാൻ പറ്റില്ല. ചില പ്രത്യേകതരം എക്സ്പീരിയൻസിനെയാണ് റാൻഡം എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാവണം. ഓക്കെ, ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാവണം. നമ്മൾ കെമിസ്ട്രിയിൽ ചെയ്യുന്ന എക്സ്പീരിയൻസിനൊന്നും ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഇല്ല അല്ലേ, അവിടെയൊക്കെ ആകെ ഒരൊറ്റ റിസൾട്ടുകളെ കിട്ടാറുള്ളൂ. പക്ഷേ റാൻഡം എക്സ്പെരിമെൻ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒന്നിൽ കൂടുതൽ റിസൾട്ടുകൾ ഉണ്ടാകണം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റരുത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെൻറ്റ്, ആൻ എക്സ്പെരിമെൻറ്റ് ഈസ് കോൾഡ് എ റാൻഡം എക്സ്പെരിമെൻറ്റ് ഇഫ് ഇറ്റ് ഹാസ് മോർ ദാൻ വൺ പോസിബിൾ ഔട്ട്കം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഔട്ട്കം ഉണ്ടാകണം. അതുപോലെ തന്നെ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു പ്രെഡിക്റ്റ് ദി ഔട്ട്കം ഇൻ അഡ്വാൻസ്. അതായത് നമുക്കവിടെ ആ ഔട്ട്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റരുത്, പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റരുത്. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സിനെയാണ് നമ്മൾ റാൻഡം എക്സ്പെരിമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കോയിൻ ടോസ് ചെയ്യാണ്. ഓക്കെ, ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ 2 റിസൾട്ടുകൾ വരുന്നുണ്ട് അല്ലേ. എന്തൊക്കെ റിസൾട്ടുകളാണ് വരുന്നത്, ഒന്ന് ഹെഡും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ടെയിലും വരുന്നുണ്ട് അല്ലേ. നമുക്കൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും ടെയിലും അങ്ങനെ 2 റിസൾട്ടുകളാണ് വരുന്നത്. ആ റിസൾട്ടുകളെയാണ് നമ്മൾ ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് പറയുന്നത്, ഔട്ട്കംസ് എന്ന് പറയും. ഓക്കെ, ഈ റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ്, ഒരു കോയിൻ ടോസ് ചെയ്യുന്ന റാൻഡം എക്സ്പെരിമെൻറ്റിൻ്റെ ഔട്ട്കംസ് ആണ് ഹെഡും ടെയിലും. ഈ റാൻഡം എക്സ്പെരിമെൻറ്റ്സിൽ ഈ ഔട്ട്കമുകളെ നമ്മളൊരു സെറ്റിനുള്ളിലാക്കി എഴുതുമ്പോൾ, ഓക്കെ, സെറ്റിനുള്ളിലാക്കി എഴുതുമ്പോൾ ആ പറയുന്ന സെറ്റിനെയാണ് നമ്മൾ സാമ്പിൾ സ്പേസ് എന്ന് പറയും. ഓക്കെ, സാമ്പിൾ സ്പേസ് ഓഫ് ദി റാൻഡം എക്സ്പെരിമെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആ റാൻഡം എക്സ്പെരിമെൻറ്റിൽ കിട്ടുന്ന ഔട്ട്കമുകളുടെ സെറ്റിനെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പറയുന്നത്, എന്താണ്, ആ ഒരു സെറ്റ്, ആ നമ്മൾ നടത്തിയ റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഔട്ട്കംസിൻ്റെ സെറ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ഡൈ ത്രോ ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഒരു റാൻഡം എക്സ്പെരിമെൻ്റ് ആണ് അല്ലേ. അവിടെ ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് ഉണ്ട്. ആ ഔട്ട്കംസ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുകയില്ല അല്ലേ. എന്താണ് വരുന്നത് അവിടെ, S is equal to സെറ്റ് 1 2 3 4 5 6 അല്ലേ. ഇങ്ങനെ 6 ഔട്ട്കംസ് ആണ് ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാമ്പിൾ സ്പേസിൽ ഉണ്ടാകുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ ഔട്ട്കംസിനെയും നമ്മൾ സാമ്പിൾ പോയിന്റ്സ് എന്ന് കൂടി പറയാറുണ്ട്. ഓക്കെ, സാമ്പിൾ പോയിന്റ്സ് എന്ന്. അപ്പോൾ ഇതുപോലെയുള്ള റാൻഡം എക്സ്പീരിയൻസ് നമുക്ക് മെയിനായിട്ട് കോയിൻ ടോസ് ചെയ്യുക, അതുപോലെ തന്നെ ഡൈ ത്രോ ചെയ്യുക, അതുപോലെ തന്നെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വേറൊരു കാര്യമാണ്, അതായത് വേറൊരു റാൻഡം എക്സ്പെരിമെൻ്റ് ആയിട്ട് വരുന്നതാണ്, അതായത് ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഒരു കാർഡ് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാർഡ്സ് നമ്മൾ ചൂസ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ പറയുമ്പോൾ മെയിനായിട്ട് അവിടെ നമുക്ക് ഈ കാർഡ്സിനെ പറ്റി ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് കാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് പ്രോബബിലിറ്റി പഠിക്കുന്ന സമയത്ത് കാർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് നമുക്ക് കാർഡ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അതായത് ഒരു കാർഡ് എന്ന് പറയുമ്പോൾ, അതായത് ഒരു പാക്ക് ഓഫ് കാർഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ടോട്ടൽ 52 കാർഡ്സ് ആണുള്ളത്. ഓക്കെ, ഒരു പാക്ക് ഓഫ് കാർഡ്സിൽ ടോട്ടൽ 52 കാർഡ്സ് ആണുള്ളത്. ആ 52 കാർഡ്സിനെ തന്നെ നമ്മൾ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്ലാക്ക് കാർഡ്സും അതുപോലെ തന്നെ റെഡ് കാർഡ്സ്. ടോട്ടൽ 26 ബ്ലാക്ക് കാർഡ്സും 26 റെഡ് കാർഡ്സും ആണുള്ളത്. ഓക്കെ, ഈ 26 ചേരുന്നതാണ് 52 കാർഡ്സ് വരുന്നത്. ഈ 26 ബ്ലാക്ക് കാർഡ്സിൽ തന്നെ 2 ഡിവിഷൻസ് അഗെയിൻ വരുന്നുണ്ട്. ഫസ്റ്റ് വരുന്നത് 13, ഓക്കെ, ബ്ലാക്ക് കാർഡിൽ 13 ക്ലബും 13 സ്പേഡും. അതുപോലെ തന്നെ 26 റെഡ് കാർഡ്സിനും ഇതുപോലെ തന്നെ 2 ഡിവിഷൻസ് വരുന്നുണ്ട്, 13 ഡയമണ്ട് ആൻഡ് 13 ഹേർട്ട്. ഓക്കെ, സോ ഇത്തരത്തിലാണ് കാർഡ്സിൻ്റെ ഡിവിഷൻസ് വരുന്നത്. ഈ കാർഡ്സിൻ്റെ ഡിവിഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഇതിൽ നിന്ന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് എക്സാമുകൾക്ക്. ഓക്കെ, സോ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ ഈ 13 കാർഡ്സ് വീതമാണ് 4. ഓക്കെ, അപ്പോൾ നമ്മൾ കാർഡ്സിനെ മെയിനായിട്ട് 4 രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 13 ക്ലബ്ബ്, 13 സ്പേഡ്, 13 ഡയമണ്ട്, 13 ഹേർട്ട്. അപ്പോൾ ഈ 13 കാർഡ്സും വരുന്നതും പ്രത്യേകതയുണ്ട്. അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, 2 to 10 നമ്പേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ജാക്ക്, ക്യൂൻ, കിങ്, ആസ്, അങ്ങനെ 4 ഫേസ് കാർഡ്സ്. ഇങ്ങനെ വരുന്ന ഈ 4 കാർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫേസ് കാർഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫേസ് കാർഡ്സ്. ഓക്കെ, ജാക്ക്, ക്യൂൻ, കിങ്, ആസ് ഇതായാലും ഫേസ് കാർഡ്സ് ആണ്. അതുപോലെ തന്നെ നമ്പേഴ്സ് വരുന്നതാണ് 2 to 10 വരെയുള്ള നമ്പേഴ്സും അതിൽ വരുന്നുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, സോ കാർഡ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം.
ഓക്കെ. ദെൻ അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് ഈ സാമ്പിൾ സ്പേസിനെ പറ്റി തന്നെയാണ്. അതായത് നമ്മൾ പറഞ്ഞു സാമ്പിൾ സ്പേസിനെ പറ്റി പറഞ്ഞു അല്ലേ. ആ സാമ്പിൾ സ്പേസ് എഴുതാനായിട്ട് പലപ്പോഴും എക്സാമുകൾക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഈ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകൾ നമ്മൾ പറഞ്ഞു സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ചാപ്റ്ററാണ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സെറ്റുകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സബ്സെറ്റുകളാണ് അല്ലേ, സബ്സെറ്റുകൾ. സോ ഈ സബ്സെറ്റുകളെ പറയുന്ന പേരാണ് ഇവൻറ്റ്സ് എന്ന്. ഓക്കെ. നമ്മുടെ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകൾക്ക് പറയുന്ന പേരാണ് ഇവൻറ്റ്. എനി സബ്സെറ്റ് ഓഫ് എ സാമ്പിൾ സ്പേസ് ഈസ് കോൾഡ് ആൻ ഇവൻറ്റ്. ഓക്കെ. അപ്പോൾ സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകൾക്ക് നമ്മൾ എന്ത് പേര് പറഞ്ഞു? ഇവൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻറ്റ്സുകൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന കേസ് എടുത്തു. ഓക്കെ. ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമുക്കറിയാം അവിടെ 2 ഔട്ട്കംസ് ആണുള്ളത്, ഹെഡും ടെയിലും. ഓക്കെ. 2 ഔട്ട്കംസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് 2 കോയിൻ ടോസ് ചെയ്യുന്ന കേസ് ആണെങ്കിലോ 2 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ ഔട്ട്കംസ് വരാൻ പറ്റുക? 2 കോയിൻസ് ഒരേ സമയം ടോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹെഡ്, ആദ്യത്തെ കോയിനിൽ ഹെഡ് വരാം, രണ്ടാമത്തെ കോയിനിലും ഹെഡ് വരാം അല്ലേ, ഹെഡും വരാം. പിന്നെ ആദ്യത്തെ കോയിനിൽ ഹെഡ്, രണ്ടാമത്തെ കോയിനിൽ ടെയിൽ വരാം. അല്ലെങ്കിലോ തിരിച്ചു വരാം, ആദ്യത്തെ കോയിനിൽ ടെയിൽ, രണ്ടാമത്തെ കോയിനിൽ ഹെഡ് വരാം. ദെൻ അതേപോലെ തന്നെ എന്ത് വരാം? 2 കോയിനിലും ടെയിലും വരാം. അപ്പോൾ ഇത്രയും ഔട്ട്കംസ് ആണ് എന്ത് വരുന്നത്? നമ്മുടെ 2 കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് വരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് ഒരു ഹെഡും ഒരു ടെയിലും വന്നു. 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ എത്ര വന്നു നോക്കിക്കേ? 1, 2, 3, 4 ഔട്ട്കംസ് വന്നു. ഓക്കെ. 4 ഔട്ട്കംസ് വന്നു. അപ്പോൾ ഈ ഔട്ട്കംസ് നമുക്ക് ഈ സാമ്പിൾ പോയിന്റുകൾ, അതായത് സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതിന് ഒരു ഐഡിയ ഉണ്ട്, നോക്കിക്കോ. അതായത് ഇവിടെ നമുക്ക് ഒരു കോയിൻ ടോസ് ചെയ്ത സമയത്ത് നമുക്ക് അവിടെ 2 ഔട്ട്കംസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ. ഒരു കോയിൻ ടോസ് ചെയ്ത സമയത്ത് 2 ഔട്ട്കംസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 ഔട്ട്കംസ് ദെൻ 2 കോയിൻ ടോസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി നോക്കിക്കേ? 4 ഔട്ട്കംസ് കിട്ടി. അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് എത്ര കോയിനാണോ ടോസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഈ 2ൻ്റെ പവറിൽ എഴുതിയാൽ മതി. അതായത് നമ്മൾ n കോയിൻസ് ആണ് ടോസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഓക്കെ, n കോയിൻസ് നമ്മൾ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്കംസ് എന്ന് പറയുന്നത് 2n ഔട്ട്കംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ. അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിൽ മൊത്തം 2n എലമെൻറ്റ്സ് ഉണ്ടാവും. ക്ലിയർ ആണോ? ഓക്കെ. അതായത് നമുക്കിവിടെ ഈ 2 എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫസ്റ്റ് കോയിൻ, അതായത് ഒരു കോയിന് നമുക്ക് കിട്ടുന്ന ഔട്ട്കംസിൻ്റെ എണ്ണമാണ് 2 എന്ന് പറയുന്നത്. ദെൻ n എന്ന് പറയുന്നത് എത്ര കോയിൻ അവിടെ ടോസ് ചെയ്തു എന്നുള്ള മീനിങ് ആണ് n വരുന്നത്. സോ ടോട്ടൽ n കോയിൻസ് സൈമിൾട്ടേനിയസ് ഒരേ സമയത്ത് തന്നെ ടോസ് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ അവിടെ 2n ഔട്ട്കംസ് ആണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോഴോ, നമ്മൾ പറഞ്ഞു അവിടെ ടോട്ടൽ 6 ഔട്ട്കംസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സ് ആണ് അവിടെ ഔട്ട്കംസ് ആയിട്ട് കിട്ടുക. അതേസമയം നമ്മൾ 2 ഡൈ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഔട്ട്കം കിട്ടും എന്നറിയാമോ? ഇതേ രീതി അനുസരിച്ചിട്ടൊന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് പെട്ടെന്നായിക്കോട്ടെ. എന്താണ് വരിക? 2 കോയിനാണ്, സോറി നമ്മൾ 2 ഡൈ ആണ് ത്രോ ചെയ്യുന്നതെങ്കിൽ ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ 6 ഔട്ട്കം ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നോക്കുക, നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കം ആണെങ്കിൽ n കോയിൻസ് ടോസ് ചെയ്തപ്പോൾ എത്രയാണ്? 2n ഔട്ട്കംസ് ആണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയേ 6 കോയിൻസ് ടോസ് ഒരു ഡൈ ത്രോ ചെയ്തപ്പോൾ നമുക്ക് 6 ഔട്ട്കംസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ n ഡൈസ് ത്രോ ചെയ്യുകയാണ് അല്ലെങ്കിൽ 2 ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര ഔട്ട്കം കിട്ടും? 2 ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ എത്രയാണ്? കറക്റ്റാണ് പറഞ്ഞത്. എത്ര വരും? 2 ഡൈസ് ത്രോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 6/2 ഔട്ട്കംസ് ആണ് കിട്ടുക. ഓക്കെ. 6/2 ഔട്ട്കംസ്. അതുപോലെ തന്നെ n ഡൈസ് ആണ് ത്രോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6/n ഔട്ട്കംസ് ആണ് കിട്ടുക. ഓക്കെ. അപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്നതിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് അതിൻ്റെ പവറിൽ എത്ര പ്രാവശ്യം ടോസ് ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര കോയിൻസ് അല്ലെങ്കിൽ എത്ര ഡൈ ത്രോ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ അത് ടോട്ടൽ ഔട്ട്കംസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നതാണ്. ഓക്കെ. ദെൻ അപ്പോൾ ഇതിൻ്റെ സബ്സെറ്റുകളെ പറ്റി നമ്മൾ പറഞ്ഞു. എന്താണ് സബ്സെറ്റുകളെ? അതായത് സാമ്പിൾ സ്പേസിൻ്റെ സബ്സെറ്റുകളെ നമ്മൾ ഇവൻറ്റ് എന്ന് വിളിച്ചു അല്ലേ, ഇവൻറ്റ് എന്ന് വിളിച്ചു. സോ ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. സാമ്പിൾ സ്പേസ് S = സെറ്റ് HT TT എന്ന് എഴുതിയിട്ടുണ്ട്. സപ്പോസ് നമ്മളോട് പറയുകയാണ് ഒരു ഇവൻറ്റ് ഈ സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. ഓക്കെ. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുന്ന ഒരു ഇവൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇവൻറ്റിൽ ഏതൊക്കെ എലമെൻറ്റുകളായിരിക്കും വരിക? E = നമുക്ക് സെറ്റാണ് കിട്ടുന്നത് അല്ലേ, സബ്സെറ്റ് ആയിട്ടാണ് കിട്ടുന്നത്. സോ E = നമുക്ക് എന്ത് വരും? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താ? യെസ്, കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. സോ എന്താണ്? നിങ്ങൾ എല്ലാവരും പറയുന്ന ഉത്തരങ്ങൾ കറക്റ്റ് ആണ്. ഓക്കെ. സോ ഇവിടെ പറയുന്നത് എന്താണ്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ്. അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ ഇവിടെ എത്ര എണ്ണം വരുന്നുണ്ട് നോക്കിയേ? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു ഹെഡെങ്കിലും വരണം. ഓക്കെ. മിനിമം ഒരു ഹെഡ്. സോ അതാണ് അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്നുള്ളതിൻ്റെ മീനിങ്. സോ മിനിമം ഒരു ഹെഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ? ഒരു ഹെഡ് വരാതിരിക്കരുത്.
മിനിമം ഒരെണ്ണെങ്കിലും വരണം. ഒന്നോ ഒന്നിൽ കൂടുതലോ വരാം. ഇവിടെ മാക്സിമം വരുന്ന ഏതാ? 2 ഹെഡുകൾ വരെയാണ് വരുന്നത്. അതായത് ഒരു ഹെഡുള്ള കേസുകളും വരാം, 2 ഹെഡുള്ള കേസുകളാണ് ഇവിടെ വരുന്നത്. സോ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 1, 2, 3. ഈ 2 കേസുകളിലും ഒരു ഹെഡ് വീതമാണ് വരുന്നത്. ഈ ഒരു കേസ് വരുമ്പോൾ എത്ര ഉണ്ട്? ഇവിടെ 2 ഹെഡ് വീതം വരുന്നുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇവിടെ ടോട്ടൽ 3 കേസുകളാണ് വരുന്നത്. ആ 3 കേസുകളാണ് ഈ ഇയിൽ വരുന്നത്. ഈ എന്ന് പറയുന്ന ഇവന്റിൽ വരുന്നത് HH, HT, TH നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? സോ ഈ എന്നുള്ള ഇവന്റിൽ ഏതാണ് വരുന്നത്? അറ്റ്ലീസ്റ്റ് 1 ഹെഡ് എന്ന് പറയുമ്പോൾ ഒന്നോ ഒന്നിൽ കൂടുതലോ ഇവന്റുകൾ വരാം. ഇവിടെ മാക്സിമം 2 ഹെഡേ വന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ 2ൽ നിന്നത് HHൽ നിർത്തുന്നത്. ഓക്കെ, സോ ആ രീതിക്ക് അനുസരിച്ച് നമുക്ക് സബ്സെറ്റുകൾ എഴുതാനായിട്ട് പറ്റും. സബ്സെറ്റുകൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സെറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയും പഠിക്കുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് പറയുമ്പോൾ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഫസ്റ്റ് ഇവൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് നമ്മുടെ ഇമ്പോസിബിൾ ഇവൻറ്റും അതുപോലെ തന്നെ ഷുവർ ഇവൻറ്റും. ഇമ്പോസിബിൾ ഇവൻറ്റ് ആൻഡ് ഷുവർ ഇവൻറ്റ് വേറൊന്നുമില്ല. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇവൻറ്റ്, പോസിബിൾ അല്ലാത്ത മീനിങ് എന്താ? ഒരിക്കലും ഹാപ്പൻ ചെയ്യില്ല. ദാറ്റ് മീൻസ് ആ സെറ്റ് എന്താണ്? നൾ സെറ്റ് ആണ് അല്ലേ? നൾ സെറ്റ് ആണ് അവിടെ വരുന്നത്. സോ ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മീനിങ് ഏതാണ്? നമ്മുടെ നൾ സെറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇമ്പോസിബിൾ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സെറ്റ് ആണ് വരുന്നത്. സോ ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ഏതാ? ഷുവർ ഇവന്റ്. ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഷുവർ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ഹാപ്പൻ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് അല്ലേ? എന്തായാലും ഹാപ്പൻ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ഷുവർ ഇവന്റ് എന്ന് പറയുന്നത്. സോ ഷുവർ ഇവന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാനില്ല, നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് തന്നെയാണ്. അതായത് നമ്മുടെ എപ്പോഴും പറയുന്ന യൂണിവേഴ്സൽ സെറ്റ് പറയുന്നത് പോലെ തന്നെ ഇവിടെ സാമ്പിൾ സ്പേസ് ആണ് യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് വരുന്നത്. സോ നമ്മുടെ സാമ്പിൾ സ്പേസ് എസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷുവർ ഇവന്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, സോ ഷുവർ ഇവന്റ് വരുന്നത് ഏതാണ്? ഷുവർ ഇവന്റ് വരുന്നത് സാമ്പിൾ സ്പേസ് എസ് ആണ്. ഓക്കെ, ചോക്ക പറഞ്ഞത് കറക്റ്റ് ആണ്. ഏതാണ്? നൾ സെറ്റ് ആണ് ഇമ്പോസിബിൾ ഇവന്റ് ആയിട്ട് വരുന്നത്. ഷുവർ ഇവന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? എസ്. ഓക്കെ, നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് ആണ് ഷുവർ ഇവന്റ് ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ വരുന്നതാണ് സിമ്പിൾ ഇവന്റ്. സിമ്പിൾ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ എലമെന്റ്, അതായത് ഒരൊറ്റ സാമ്പിൾ പോയിന്റ് മാത്രമുള്ള ഇവന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിമ്പിൾ ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ഇവന്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഏതൊരു സെറ്റിൽ, അതായത് HT, ഓക്കെ, ഒരു സാമ്പിൾ സ്പേസ് എസ് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ട് സെറ്റ് H എഴുതി കഴിഞ്ഞാൽ ഇതെന്താണ്? ഇതൊരു സിമ്പിൾ ഇവന്റ് ആണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് സെറ്റ് T എന്ന് എഴുതി കഴിഞ്ഞാൽ ഇതൊരു സിമ്പിൾ ഇവന്റ് ആണ്. ഓക്കെ, സോ സിമ്പിൾ ഇവന്റിൽ ആകെ ഒരൊറ്റ എലമെന്റേ ഉണ്ടാവുള്ളൂ. അതുപോലെ നെക്സ്റ്റ് വൺ വരുന്നതാണ് കോമ്പൗണ്ട് ഇവന്റ്. കോമ്പൗണ്ട് ഇവന്റ്, സിമ്പിൾ ഇവന്റ് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് ഇവന്റ് സിമ്പിൾ ആണ് അല്ലേ? എന്താ വരുന്നത്? സിമ്പിൾ ഇവന്റിൽ ആകെ ഒരൊറ്റ എലമെന്റ് ഉള്ളെങ്കിൽ കോമ്പൗണ്ട് ഇവന്റിൽ ഒന്നിൽ കൂടുതൽ എലമെന്റ്സ് ഉണ്ടാകണം. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റ് HT എന്ന് പറയുന്നത് എന്താണ്? ഒരു കോമ്പൗണ്ട് ഇവന്റ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ വേറൊരു എക്സാമ്പിൾ എഴുതി, S ഈക്വൽ ടു സെറ്റ് ഓഫ് HH, HT, TH, TT. സോ ഇതിൽ നമുക്ക് കോമ്പൗണ്ട് ഇവന്റ്സ് എഴുതാം. എങ്ങനെയാ? സെറ്റ് HH, HT. ഇതെന്താണ്? ഇതൊരു കോമ്പൗണ്ട് ഇവന്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, കോമ്പൗണ്ട് ഇവന്റ് വരുമ്പോൾ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നിൽ കൂടുതൽ ഔട്ട്കംസ് എന്തുണ്ടാകും? ആ ഒരു സെറ്റിൽ ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഇവന്റിൽ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് അതിന് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് ഇവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇവൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ ഓൾജിബ്രയിലേക്കാണ്. ഓൾജിബ്ര നമ്മൾ സെറ്റിൽ പഠിച്ച ഓൾജിബ്രാസ് ഉണ്ട്, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും വരുന്നത്. വേറൊരു പേരുകളിൽ നമുക്ക് പഠിക്കാനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഓൾജിബ്ര ഓഫ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത് എന്താണ്? സെറ്റ് തന്നെയാണ് അല്ലേ? നമ്മുടെ സാമ്പിൾ സ്പേസിന്റെ സബ്സെറ്റുകളാണ് ഇവന്റ് ആയിട്ട് പഠിച്ചത്. സോ ഇവിടെ ഇവന്റ്സ് എന്ന് പറയുന്നതും സെറ്റ് തന്നെയാണ്. സോ ദാറ്റ് മീൻസ് ഓൾജിബ്ര ഓഫ് സെറ്റ് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. സോ ഫസ്റ്റ് വൺ വരുന്നത് കോംപ്ലിമെന്ററി ഇവന്റ്. കോംപ്ലിമെന്ററി ഇവന്റ് എന്ന് പറയുമ്പോൾ കോംപ്ലിമെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലേ? അല്ലേ? എന്താ വരുന്നത്? കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എ കോംപ്ലിമെന്റ് അല്ലേ? എ കോംപ്ലിമെന്റ് ഈക്വൽ ടു U minus A. That means S minus A. Here S is the sample space and S is the universal set. ഓക്കെ, സോ റാൻഡം എക്സ്പെരിമെന്റിന്റെ യൂണിവേഴ്സൽ സെറ്റ് ആയിട്ട് നമ്മൾ പറയുന്നതാണ് സാമ്പിൾ സ്പേസ് എസ് എന്ന്. സോ എ കോംപ്ലിമെന്റ്, എ എന്ന് പറയുന്ന ഇവന്റിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് S മൈനസ് A എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, കോംപ്ലിമെന്റ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഓക്കെ, ദെൻ കോംപ്ലിമെന്റ് പഠിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ വരുന്നതാണ് A or B. ഇവന്റ് A or B. A or B എന്ന് പറയുമ്പോൾ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഏതായിരിക്കും അത്? ഏത് ഇവന്റ് ആണ് അവിടെ വരുന്നത്? A or B എന്ന് പറയുമ്പോൾ നമ്മുടെ സെറ്റുമായിട്ടൊന്ന് റിലേറ്റ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കി, എന്ത് കിട്ടും? സെറ്റുമായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ A or B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് A യൂണിയൻ B ആണ്. ഓക്കെ, A യൂണിയൻ Bനെയാണ് നമ്മളിവിടെ A or B എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ A and B. ഓക്കെ, യെസ്,
എ ആൻഡ് ബി, ഇവന്റ് എ ആൻഡ് ബി എന്ന് പറയുന്നത് എന്ത് വരും? ഇവന്റ് എ ആൻഡ് ബി, എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി ആണ് നമ്മുടെ എ ആൻഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പേരുകളിലാണ് പഠിക്കാനുള്ളത്, അതായത് വേർഡ്സിലാണ് പറയുന്നത്. എ യൂണിയൻ ബിക്ക് വരെ നമ്മൾ എ ഓർ ബി എന്നൊക്കെ പറയും, അല്ലെങ്കിൽ എ ഇന്റർസെക്ഷൻ ബിക്ക് വരെ നമ്മൾ എ ആൻഡ് ബി എന്ന് പറയും. അതുപോലെ തന്നെ നെക്സ്റ്റ്, യെസ് കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ഇവൻ എ ബട്ട് നോട്ട് ബി. എ ബട്ട് നോട്ട് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ വേണം ബി ഉണ്ടാവരുത്. അന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും വരിക? എ വേണം ബി ഉണ്ടാകരുത്. ദാറ്റ് മീൻസ് ഏത് വരും? കറക്റ്റ് ആണ്, കമന്റ് ചെയ്തോളൂ. ഏത് വരും? ഏത് വരും? ഇവിടെ കിട്ടുന്നത് എ മൈനസ് ബി എന്ന് കിട്ടും അല്ലെ? എ മൈനസ് ബി. എ മൈനസ് ബി എന്ന് പറയുമ്പോൾ മീനിങ് എന്താ? എയിലുള്ള എലമെന്റ് ആയിരിക്കും, പക്ഷെ ബിയിൽ ഉണ്ടായില്ല. ഓക്കെ, ബിയിലുള്ള എലമെന്റുകൾ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി കളയും. അതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഇവന്റ് എ ബട്ട് നോട്ട് ബി. ഇതിനെ വേറെ രീതിയിലും പറയാറുണ്ട്. എങ്ങനെയാണ് പറയുന്നത്? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നും പറയാം അല്ലെ? എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, എയിൽ ഉണ്ടാകും, ബിയിലുള്ളത് വരില്ല. അതാണ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എ മൈനസ് ബി തന്നെയാണ് അവിടെയും വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെങ്കിൽ പെട്ടെന്നൊരു തംസപ്പ് ഇട്ടേ. എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? എളുപ്പമുള്ള ചാപ്റ്ററാണ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, സെറ്റിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് നമുക്ക് പോകാനുള്ളത് നമ്മുടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസിലേക്കാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് പുതുതായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്, രണ്ട് ഇവൻറ്റുകളെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റിൽ വേറെ രീതിയിൽ പഠിച്ചിട്ടുണ്ട്. രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകൾ, രണ്ട് ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റുകൾ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഇൻ്റർസെക്ഷൻ ഉണ്ടാവാൻ പാടില്ല. രണ്ടും രണ്ട് ഡിഫറെൻ്റ് ആയിട്ട്, അതായത് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകളായിരിക്കണം. ഓക്കെ, സോ ഇവിടെ മീൻ ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആണ്. ഓക്കെ, എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആണെങ്കിൽ എയിനെയും ബിയിനെയും നമുക്ക് പറയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ് ആണെങ്കിൽ. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ്. എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒന്നിൽ കൂടുതൽ, രണ്ടിൽ കൂടുതൽ സെറ്റുകൾക്ക് പറയുന്ന ഒരു ഓപ്പറേഷനാണ് ഇവിടെ എക്സ്ഹോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് നമുക്കിവിടെ ഒരു സാമ്പിൾ സ്പേസ് ഉണ്ട്. സോ സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6. ഓക്കെ, ഒരു ഡൈ ത്രോ ചെയ്ത സാമ്പിൾ സ്പേസ് നമ്മൾ എടുത്തേക്കാണ്. എസ് ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 എന്ന്. ഇതിനകത്ത് ഇവൻറ്റുകളായിട്ട് എ ഈക്വൽ ടു സെറ്റ് 1 2 3, ബി ഈക്വൽ ടു സെറ്റ് 2 3 4 and C equal to set 5 6. അതുപോലെ D equal to set 4. ഓക്കെ, സോ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നോക്കിക്കേ, എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് ഇതാണ്. അതായത് ഇതിൻ്റെ യൂണിയൻ എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? നമ്മുടെ സാമ്പിൾ സ്പേസ് എസ് കിട്ടണം. അപ്പോൾ അത് രണ്ട് സെറ്റുകൾ തന്നെ വരണമെന്നില്ല, രണ്ടിൽ കൂടുതൽ സെറ്റുകളും വരാം. സോ നോക്കിക്കേ, ഇവിടെ എ ബി സി, ഇതിനെ മൂന്നിൻ്റെ യൂണിയൻ എടുത്താൽ എന്താ കിട്ടുക? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എന്ത് വരും? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുന്നത്? സെറ്റ് 1 2 3 4 5 6 എന്ന് തന്നെ കിട്ടും അല്ലേ? എ യൂണിയൻ ബി യൂണിയൻ സി ഈസ് ഈക്വൽ ടു 1 2 3 4 5 6 എന്ന് കിട്ടും. സോ ദാറ്റ് മീൻസ് ഇവിടെ എ യൂണിയൻ ബി, എയും ബിയും സിയും, ഈ മൂന്ന് സെറ്റുകളെ നമുക്ക് എന്ത് പറയാം? മൂന്നും എക്സോസ്റ്റീവ് ഇവൻറ്റുകളാണെന്ന് പറയാം. ഓക്കെ, ജനറലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര En ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എസ്. ഓക്കെ, E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര യൂണിയൻ En ഈസ് ഈക്വൽ ടു സാമ്പിൾ സ്പേസ് എസ് ആണ് കിട്ടുന്നതെങ്കിൽ അത്തരത്തിലുള്ള വരുന്ന E1 E2 എക്സെട്ര En, ആ ഇവൻറ്റുകളെ എല്ലാം നമ്മൾ പറയുന്ന പേരാണ് നമ്മുടെ ഇവൻറ്റുകൾക്ക് പറയുന്ന പേരല്ല, ഇവൻറ്റുകളെ നമുക്ക് എല്ലാത്തിനും നമുക്ക് എന്ത് പറയാം? എക്സോസ്റ്റീവ് ഇവൻറ്റുകൾ എന്ന് പറയാൻ പറ്റും. ഓക്കെ, എക്സോസ്റ്റീവ് ഇവൻറ്റുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ദെൻ അപ്പോൾ എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കമ്പൈൻ ചെയ്തും പറയാൻ പറ്റും. എങ്ങനെയാണ്? അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, E1 യൂണിയൻ E2 യൂണിയൻ എക്സെട്ര യൂണിയൻ En ഈക്വൽ ടു എസ് ആയിരിക്കണം. അതുപോലെ തന്നെ E1 അല്ലെങ്കിൽ EI ഇന്റർസെക്ഷൻ EJ ഈക്വൽ ടു നൾ സെറ്റ് ആയിരിക്കണം. അതായത് പെയർ വൈസ് ഡിസ്ജോയിൻ്റ് ആയിരിക്കണം. നമുക്ക് രണ്ട് സെറ്റുകൾ എടുത്തു കഴിഞ്ഞാൽ E1 E2 എടുക്കാം, അല്ലെങ്കിൽ E2 E3 എടുക്കാം. അങ്ങനെ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഇന്റർസെക്ഷൻ എടുത്തു കഴിയുമ്പോൾ നമുക്ക് നൾ സെറ്റും കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ
ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏതൊക്കെ പറയാം മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഇവിടെ ABC എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുന്നില്ല അല്ലേ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആകുന്നില്ല. കാരണം എന്താ, ഇവിടെ ഇന്റർസെക്ഷൻ കിടക്കുന്നുണ്ട്. അതുപോലെ ആ ഇന്റർസെക്ഷൻ എയും ബിയും തമ്മിൽ ഇന്റർസെക്ഷൻ വരുന്നതുകൊണ്ട് അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയാൻ പറ്റില്ല. സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ACD എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കേ, A യൂണിയൻ C യൂണിയൻ D എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെറ്റ് 1 2 3 4 5 6 എന്ന് കിട്ടും. അതായത് നമ്മുടെ സാമ്പിൾ സ്പേസ് S തന്നെ കിട്ടും. അതുപോലെ തന്നെ A ഇന്റർസെക്ഷൻ C എടുത്തു കഴിഞ്ഞാലോ, A ഇന്റർസെക്ഷൻ C എടുത്തു കഴിഞ്ഞാലും A ഇന്റർസെക്ഷൻ D എടുത്തു കഴിഞ്ഞാലും C ഇന്റർസെക്ഷൻ D എടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്താ കിട്ടുന്നത് നോക്കിക്കേ, A ഇന്റർസെക്ഷൻ C എന്തെങ്കിലും ഉണ്ടോ, നൾ സെറ്റ് ആണ് അല്ലേ. A ഇന്റർസെക്ഷൻ C ഇവിടെ നൾ സെറ്റ് ആണ്. അതുപോലെ തന്നെ A ഇന്റർസെക്ഷൻ D എന്താ വരുന്നത്, A ഇന്റർസെക്ഷൻ D എടുത്തു കഴിഞ്ഞാലും കിട്ടുന്നത് നൾ സെറ്റാണ്. C ഇന്റർസെക്ഷൻ D എന്തെങ്കിലും ഉണ്ടോ, C ഇന്റർസെക്ഷൻ D എടുക്കുമ്പോഴോ അവിടെയും നൾ സെറ്റ് തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, C ഇന്റർസെക്ഷൻ D ഈക്വൽ ടു നൾ സെറ്റ്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ പറയാം ACD ഈ 3 സെറ്റുകൾ എന്താണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഇവന്റ്സുകൾക്ക് എക്സാമ്പിളുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഓൾജിബ്ര ഓഫ് ഇവന്റ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് നമ്മൾ നമ്മുടെ റാൻഡം എക്സ്പെരിമെന്റിനെ പറ്റിയും അതിൻ്റെ സാമ്പിൾ സ്പേസിനെ പറ്റിയുമുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ യെസ്, കറക്റ്റ് ഉത്തരമാണ് ചോക്ക പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് സെറ്റുകളെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ പ്രോബബിലിറ്റിയിലേക്ക് കിടക്കാം. അതായത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം, നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം പ്രോബബിലിറ്റി തന്നെയാണ്. സോ നമ്മളിവിടെ പഠിക്കുന്നത്, അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് കൺസെപ്റ്റ്, ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് വന്നിരിക്കുന്നത് സാധാരണ നമ്മളിപ്പോൾ പറഞ്ഞ പോലെയുള്ള ഗെയിംസുകൾ, അതായത് നമ്മൾ ഡൈ ത്രോ ചെയ്യുന്നതും കോയിൻ ടോസ് ചെയ്യുന്നതും കാർഡ് പ്ലേ ചെയ്യുന്നതുമായിട്ടുള്ള ഗെയിമുകളിൽ നിന്ന് തന്നെയാണ് ഈ പ്രോബബിലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ഈ പ്രോബബിലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് കറക്റ്റായിട്ട് നമുക്കൊരു ഡെഫിനിഷൻ പറയാനായിട്ട് പറ്റില്ല. നമ്മൾ കുറേ അപ്രോച്ചുകളാണ്, അതായത് മാത്തമാറ്റിക്കൽ അപ്രോച്ച്, സ്റ്റാറ്റിസ്റ്റിക്കൽ അപ്രോച്ച്, ആക്സിയോമാറ്റിക് അപ്രോച്ച്, അതുപോലെയുള്ള കുറച്ച് അപ്രോച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത് പ്രോബബിലിറ്റിയിലേക്ക്. ഓക്കെ, നമ്മളവിടെ പറഞ്ഞു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ചാൻസ് ആണ് അല്ലേ, മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ് നമ്മളവിടെ പറയുന്നത്, സാധ്യതകളുടെ ഗണിതം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റില്ല, അവിടെ ഒരു കറക്റ്റ് ഡെഫിനിഷൻ പറയാനായിട്ട് പറ്റില്ല. പക്ഷേ കുറച്ച് അപ്രോച്ചുകളായിട്ട് നമ്മൾ പറയുന്നത്, നമുക്കിവിടെ പഠിക്കാനുള്ളത് അതിൽ ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റിയാണ്. ഓക്കെ, ആക്സിയോമാറ്റിക് അപ്രോച്ച് ടു പ്രോബബിലിറ്റി. സോ ആക്സിയോമാറ്റിക് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ആക്സിയംസ് ഉണ്ടാവും. അതായത് പ്രോബബിലിറ്റീനെ പറ്റിയുള്ള കുറച്ച് ആക്സിയംസ് ആണ് നമുക്കിവിടെ ഉള്ളത്. അതായത് ഒരു പ്രോബബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, ആ ആക്സിയംസ് ഉണ്ട്. ആ ആക്സിയംസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ വരുന്നത് വേറെ ഒന്നുമല്ല, പ്രോബബിലിറ്റിയുടെ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. അതായത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയാം. ഓക്കെ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സോ അതിൽ നിന്ന് തന്നെ നമുക്ക് പ്രോബബിലിറ്റീനെ വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. അതായത് പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫ്രം the set of all, അതായത് പവർ സെറ്റ് ഓഫ് ദി സെറ്റ് എസ്, പവർ സെറ്റ് ഓഫ് സാമ്പിൾ സ്പേസ് എസ്. ഓക്കെ, സാമ്പിൾ സ്പേസിൻ്റെ പവർ സെറ്റ് ആയിട്ടുള്ള സെറ്റിൽ നിന്ന് നമ്മൾ നമ്മുടെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എന്ത് വരുന്നത്, പ്രോബബിലിറ്റി ആയിട്ട് വരുന്നത്. ഓക്കെ, പ്രോബബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടാണ്. എവിടെ നിന്നാണ്, എവിടേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത്, പവർ സെറ്റ് ഓഫ് എസിൽ നിന്ന് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1ലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ് നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ പ്രോബബിലിറ്റിയുടെ വാല്യൂ, ഈ പ്രോബബിലിറ്റിയിൽ കിട്ടുന്ന വാല്യൂസ് എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. അവിടെ എപ്പോഴായിരിക്കും 0 കിട്ടുക, പ്രോബബിലിറ്റി എപ്പോഴാണ് 0 വരുന്നത്, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എപ്പോഴായിരിക്കും പ്രോബബിലിറ്റി 0 വരുന്നത്, വളരെ സിമ്പിളാണ്. എന്താണ് വരുന്നത്, നമ്മുടെ സാമ്പിൾ സ്പേസിൽ, അതായത് നമ്മുടെ ഇവൻറ്റിൽ എലമെൻ്റ് ഒന്നും ഇല്ലാത്ത സിറ്റുവേഷൻ, അതായത് ഇമ്പോസിബിൾ ഇവൻറ്റ്, അതായത് നമ്മുടെ നൾ സെറ്റ്. ഓക്കെ, സോ നൾ സെറ്റിൻ്റെ ഉള്ള പ്രോബബിലിറ്റിയാണ് എന്ത് വരുന്നത്, 0 ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഷുവർ ഇവൻറ്റുകളുടെ പ്രോബബിലിറ്റിയാണ് എത്ര വരുന്നത്, 1 ആയിട്ട് വരുന്നത്. പ്രോബബിലിറ്റി ഏറ്റവും മാക്സിമം വരുന്നത് ഏതാണ്, 1 ആണ്. അതായത് നമ്മുടെ സാമ്പിൾ സ്പേസ്. സോ സാമ്പിൾ സ്പേസ് എന്തായാലും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അല്ലേ, ഒരു ഇവൻ്റ് ആയിട്ട് വരുന്നതാണ് സാമ്പിൾ സ്പേസ്. സോ സാമ്പിൾ സ്പേസ് എന്തായാലും ഇവൻ്റ് ആയിട്ട് വരും. ദാറ്റ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ് എന്തായിരിക്കും 1 ആയിരിക്കും. അതേസമയം ഇവൻ്റ് നൾ സെറ്റ് ആണെങ്കിലോ, അതായത് ഒരു എലമെൻറ്റ് പോലും ഇല്ലെങ്കിൽ ആ ഇവൻ്റ് എന്തായിരിക്കും അവിടെ വരുന്നത്, അവിടെ സാമ്പിൾ പ്രോബബിലിറ്റി 0 ആയിരിക്കും കിട്ടുക. ഓക്കെ, സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്രോബബിലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് 1 എന്ന് പറയാനായിട്ട് പറ്റും. ദെൻ നെക്സ്റ്റ് വൺ, ഫോർ എനി ഇവൻറ്റ് ഇ, ഏതൊരു ഇവൻറ്റ് ഇ എടുത്തു കഴിഞ്ഞാലും പ്രോബബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, എന്തായാലും 0ക്കും 1നും ഇടയിലായിരിക്കും. അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ഇവൻറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ്
പ്രോബിലിറ്റി എപ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതുപോലെ തന്നെ പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, ഈ കണ്ടീഷൻസ് എപ്പോഴും എന്ത് ചെയ്യും, ഒരു ഇവൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യും, ഒരു ഇവൻറ്റിൻ്റെ പ്രോബിലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, അതായത് നമ്മുടെ പ്രോബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ്, പ്രോബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ് S is equal to 1 ആണ് വരുന്നത്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് S is equal to 1. ദെൻ നെക്സ്റ്റ് വൺ, ഇഫ് E and F ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യമാണ് അല്ലേ. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിരിക്കും. ഓക്കെ, ഇൻ്റർസെക്ഷൻ നൾ സെറ്റ് ആയിട്ടുള്ള രണ്ട് ഇവൻറ്റുകൾ കിട്ടുകയാണെങ്കിൽ അതിൽ പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് അല്ലെങ്കിൽ ഇ ഓർ എഫ്, പ്രോബിലിറ്റി ഓഫ് ഇ ഓർ എഫ് എന്ന് പറയുന്നത് ഇവിടെ ഇത്രയാണ്, പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ്. ഇവിടെ പറയുന്ന കാര്യം എന്താ, ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകളായിരിക്കണം. ഓക്കെ, പിയും ഇയും എഫും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റുകൾ ആകുമ്പോൾ മാത്രമാണ് പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് എന്ന് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. നമ്മൾ പറഞ്ഞ റാൻഡം എക്സ്പെരിമെൻറ്റിലെ ഔട്ട്കംസിനെ പറ്റി നമ്മൾ പറഞ്ഞു. അവിടെ എന്താ ഈ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും ഈക്വലി ലൈക്ലി ഔട്ട്കംസ്? ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഔട്ട്കംസ്, അതായത് ആ ഔട്ട്കംസ് ഒക്വയർ ചെയ്യാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ചാൻസ് എന്ന് പറയുന്നത് എല്ലാത്തിനും സെയിം ആയിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമുക്കറിയാം അവിടെ രണ്ട് ഔട്ട്കംസ് ആണുള്ളത്, ഒന്ന് ഹെഡും ഒന്ന് ടെയിലും. യെസ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, കോമൺ എലമെൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും, രണ്ട് ഇവൻറ്റുകളും. ക്ലിയർ ആണോ വിഷ്ണു? ഓക്കെ, സോ നമ്മൾ പറഞ്ഞു മ്യൂച്വലി പ്രോബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസിൻ്റെ കാര്യം. ഓക്കെ, ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് കാര്യം, ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ആ ഇവൻറ്റിൽ ഒക്വയർ ചെയ്യാനായിട്ട്, അതായത് ഓരോ ഔട്ട്കംസും ഒക്വയർ ചെയ്യുന്ന ചാൻസ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമുക്കറിയാം രണ്ട് ഔട്ട്കംസ് കിട്ടുന്നുണ്ട്, ഹെഡും ടെയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഹെഡും ടെയിലും കിട്ടാനുള്ള ചാൻസ് ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്, ആ രണ്ട് ഔട്ട്കംസും എന്താണെന്ന് പറയാൻ പറ്റും, അവിടെ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണെന്ന് പറയാൻ പറ്റും. ഇങ്ങനെ ഈക്വലി ലൈക്ലി ഔട്ട്കംസ് ആണെങ്കിൽ നമുക്ക് അവിടെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ഫോർമുല ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്, പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ആൻ ഇവൻറ്റ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും, എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു ഇവൻ്റ് ആണ്. ദെൻ ആ ഇവൻറ്റിലുള്ള നമ്പർ ഓഫ് ഔട്ട്കംസിനെ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്, അതായത് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള നമ്പർ ഓഫ് ഔട്ട്കംസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് പ്രോബിലിറ്റി ഓഫ് ദി ഇവൻറ്റ് എ എന്ന് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു സാമ്പിൾ സ്പേസ് എസ് ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എച്ച് 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 ടി ടി എച്ച് ടി ടി എന്ന് എടുക്കാം. ഓക്കെ, ഒരു സാമ്പിൾ സ്പേസ് എസ് ഈക്വൽ ടു എച്ച് 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 ടി ടി എച്ച് ടി ടി എന്ന് നമ്മൾ എടുക്കുകയാണ്. ദെൻ ഇവൻ്റെ എ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് 2 ഹെഡ്സ്. ഓക്കെ, 2 ഹെഡ്സ് വരുന്നത്, 2 ഹെഡ്സ് വരുന്ന ആകെ ഒരൊറ്റ കേസ് ഉള്ളൂ അല്ലേ, എച്ച് എച്ച് എന്ന് പറയുന്ന ഒരു കേസ്. ഓക്കെ, 2 ഹെഡ്സ് ആയിട്ട് നമ്മൾ ഇവൻ്റെ എ എടുത്തു. സോ പ്രോബിലിറ്റി ഓഫ് 2 ഹെഡ്സ്, പ്രോബിലിറ്റി ഓഫ് 2 ഹെഡ്സ്, പ്രോബിലിറ്റി ഓഫ് 2 ഹെഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എങ്ങനെയാണ് വരുന്നത്, പ്രോബിലിറ്റി ഓഫ് 2 ഹെഡ്സ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്, അതാണ് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. സോ എൻ ഓഫ് എ എന്ന് പറയുമ്പോൾ ഇവിടെ 1 ആണ് വരുന്നത്, 1 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറയുന്നത് എത്ര ഉണ്ട്, 1 2 3 4 എണ്ണം വരും. സോ 1/4 വരും. ഓക്കെ, സോ അവിടെ 2 ഹെഡ്സ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എത്രയാണ്, 1/4 ആണ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ ഈക്വലി ലൈക്ലി ഔട്ട്കംസിൻ്റെ പ്രോബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. ദെൻ ഓക്കെ, കറക്റ്റാണ് വിഷ്ണു പറഞ്ഞിരിക്കുന്ന ഉത്തരം. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ഈ അതായത് നമ്മൾ കുറച്ച് ഓൾജിബ്ര പഠിച്ചിരുന്നു. ആ ഓൾജിബ്രയിൽ വരുമ്പോൾ അവിടെ പ്രോബിലിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതും കൂടി നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാപ്റ്റർ അങ്ങോട്ട് കഴിയും. ഓക്കെ, തിയറി കഴിയും. നമുക്ക് നോക്കാതെ, അതായത് പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി, പ്രോബിലിറ്റി ഓഫ് എ ഓർ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എ യൂണിയൻ ബി, നമ്മൾ എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യാൻ ഓൾറെഡി പഠിച്ചിട്ടില്ലേ? എങ്ങനെയാണ് സെറ്റിൽ പഠിച്ചത്? എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്ത് പഠിച്ചു? എൻ ഓഫ് എ യൂണിയൻ ബി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? എൻ ഓഫ് എ യൂണിയൻ ബി. എൻ ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ്
n of A intersection B. ഇത് തന്നെയാണ് എവിടെയും വരുന്നത് നോക്കിക്കോ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് പ്രോബബിലിറ്റി ഓഫ് എ ഓർ ബി അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സാമ്പിൾ സ്പേസിന്റെ പ്രോബബിലിറ്റി 1 അല്ലേ? അത് തന്നെ ഇവിടെ വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, എ പ്ലസ് ബി മൈനസ് എ ഇന്റർസെക്ഷൻ ബി. എന്താണ് വിഷ്ണു ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി, കറക്റ്റ് ആണ് വിഷ്ണു പറഞ്ഞത് ഉത്തരം. ഓക്കെ, സോ അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 വരും. അതിൽ നിന്ന് തന്നെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് എഴുതാം. അല്ലെങ്കിൽ തിരിച്ചെഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്നും എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ എഴുതാം, പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി. പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബിനെ നമുക്ക് വേറൊരു പേരിലും പറഞ്ഞിരുന്നു. എങ്ങനെയായിരുന്നു അത്? പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി. എ മൈനസ് ബിനെ പറഞ്ഞത് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് അല്ലേ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റിനും സെയിം ഇക്വേഷൻ തന്നെ വരുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതൊക്കെ നമ്മൾ എഴുതിയെടുക്കുക, എല്ലാവരും എഴുതിയെടുക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ തിയറി പാർട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, തിയറി പാർട്ടിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. എ കോയിൻ ഈസ് ടോസ്ഡ് ട്വൈസ്. ഒരു കോയിൻ 2 പ്രാവശ്യം ടോസ് ചെയ്തു. നമ്മൾ സാമ്പിൾ സ്പേസ് കണ്ടതാ, ഓർമ്മയിലിരിക്കണം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 tail occurs? അറ്റ്ലീസ്റ്റ് 1 tail occurs ആണ് വെച്ചിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ സാമ്പിൾ സ്പേസ് ഒന്ന് ആദ്യം എഴുതാം. എസ് ഈക്വൽ ടു എന്ത് വരും? സെറ്റ് എച്ച് 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 ടി ടി എച്ച് ടി ടി. ഓക്കെ, സോ സാമ്പിൾ സ്പേസ് എസ് വരുന്നത് ഇങ്ങനെയാണ്, എച്ച് 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 ടി എച്ച് ടി എച്ച് ടി ടി. സോ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 tail occurs? സോ നമുക്ക് ഇവന്റ് എ ആയിട്ട് എടുക്കാം. ഇവന്റ് എ സച്ച് ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 tail occurs. ഓക്കെ, ഒരു ടെയിൽ, അറ്റ്ലീസ്റ്റ് 1 tail, അറ്റ്ലീസ്റ്റ് ഒരു ടെയിലെങ്കിലും ഒക്കേർ ചെയ്യണം, അതാണ് കണ്ടീഷൻ. സോ ഇവന്റ് എയിൽ ഏതൊക്കെ എലമെന്റുകളായിരിക്കും വരിക? അറ്റ്ലീസ്റ്റ് 1 tail എന്ന് പറയുമ്പോൾ മിനിമം ഒരു ടെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. മിനിമം ഒരു ടെയിൽ, ഒന്നിൽ കൂടുതലോ വരാം. സോ ഇവിടെ 1 കൂടുതലോ ടെയിൽ വരുന്ന കേസുകൾ ഏതാ? അതാ ഈ 3 കേസുകളാണ് വരുന്നത് അല്ലേ? ഒരു ടെയിലും വരാത്ത കേസുകൾ മാത്രം കണ്ട് ഒഴിവാക്കിയാൽ മതി. സോ ഇവിടെ എന്ത് വരും? എച്ച് ടി വരും, ടി എച്ച് വരും, ടി ടി വരും. ഇങ്ങനെ 3 കേസുകളാണ് വരുന്നത്. സോ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. പ്രോബബിലിറ്റി ഓഫ് എ എന്ത് വരും എന്നൊന്ന് പെട്ടെന്ന് കമന്റ് ചെയ്തേ. എന്താ വരുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ടു എ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. അതായത് എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്. എൻ ഓഫ് എ ഡിവൈഡഡ് ബൈ എൻ ഓഫ് എസ്, ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? Here n of a is equal to 3 divided by n of s is equal to 4. Okay, correct. രോഹിണി പറഞ്ഞ ഉത്തരവും കറക്റ്റ് ആണ്. എന്ത് വരും? n of s is equal to 4 വരും. സോ 3/4 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 3/4. പ്രോബബിലിറ്റി ഓഫ് a is equal to 3/4, അറ്റ്ലീസ്റ്റ് 1. അതാണ് മീനിങ്. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റിന് ആൻസർ ആയി പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 tail equal to 3/4. Then next sub question നോക്കിക്കേ. ഇതിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത്? If E and F are 2 events such that probability of E is equal to 1/4, probability of F is equal to 1/2 and probability of E intersection F is equal to 1/8, then find probability of E or F.
ഇ ഓർ എഫ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അവിടെ തന്നെ എന്താണ് ഇ ഓർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂണിയൻ എഫ് ആണ് അല്ലേ, ഈ യൂണിയൻ എഫ് ആണ് ഇ ഓർ എഫ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ഈസ് ഈക്വൽ ടു എന്താ പറഞ്ഞത്, പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് കണ്ടുപിടിക്കുന്നത് പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇൻ്റർസെക്ഷൻ എഫ്. വാല്യൂസ് എല്ലാം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ വാല്യൂസ് ഇങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. 1/4 പ്ലസ് 1/2 മൈനസ് 1/8. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ 2 + 4 6/8 മൈനസ് 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5/8. ഓക്കെ, സോ പ്രോബബിലിറ്റി ഓഫ് ഇ ഓർ എഫ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ എന്താണ് കിട്ടിയിരിക്കുന്നത്, 5/8 എന്നാണ്. ഓക്കെ, 5/8 എന്ന് കിട്ടി. ദെൻ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. ഹായ് അഭിഷേക്. സോ ഹിയർ പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് എന്ന് പറയുമ്പോൾ എന്ത് വരും, പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോംപ്ലിമെൻ്റാ അല്ലേ. പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ എന്ന് പറയുമ്പോൾ ഈ കോംപ്ലിമെൻ്റ് വന്നു. ആൻഡ് നമ്മൾ എന്താ പറഞ്ഞത്, ഇൻ്റർസെക്ഷൻ സിമ്പിൾ ആയിടണ്ടേ അല്ലേ, ഇൻ്റർസെക്ഷൻ ഇടുക. ദെൻ നോട്ട് എഫ് എന്ന് പറയുമ്പോൾ എഫ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻ്റ് ആണ്. സോ ദാറ്റ് മീൻസ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താ പറയുക, പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് ദ ഹോൾ കോംപ്ലിമെൻറ്റ്. ഇത് എവിടെ നിന്ന് കിട്ടിയേ, ഈ സാധനം എവിടെയെങ്കിലും കണ്ടുപരിചയമുണ്ടോ? ഇതെവിടെയാണ് കണ്ടേക്കുന്നത്, അതായത് എയും ബിയും എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഡി മോർഗൻസിലോ നമ്മൾ പഠിച്ച സെറ്റിൽ പഠിച്ച കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് തിരിച്ചു പറയാം. എങ്ങനെയാ, എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. സോ ഈ രണ്ട് കാര്യങ്ങളും ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് പലപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്ന രണ്ട് ലോസ് ആണിത്. സോ അത് ഓർമ്മയിൽ ഇരുന്നോളണം. എന്തൊക്കെയാണ്, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അതുപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, സോ ആ രണ്ട് കാര്യങ്ങളും ഓർത്തിരിക്കുക. So here probability of E complement intersection F complement equal to probability of E union F the whole complement, and that is equal to എന്ത് വരും, that is equal to നമ്മൾ പഠിച്ചു പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എന്ത് വരുന്നത്, 1 - പ്രോബിലിറ്റി ഓഫ് എ ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ 1 - പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് വരും. 1 - പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് കാൽക്കുലേറ്റ് ചെയ്തല്ലോ 5/8. So 1 - 5/8 that is equal to 8 - 5 3/8 എന്ന് കിട്ടും. ഓക്കെ, 3/8 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോബിലിറ്റി ഓഫ് ഇ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എഫ് കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് നോട്ട് ഇ ആൻഡ് നോട്ട് എഫ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ, എളുപ്പമല്ലേ? സോ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ആൻസർ ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, സാറിൻ്റെ നെയിം, എൻ്റെ പേര് സുജിത്ത് എന്നാണ്. ഓക്കെ, സോ ഹായ് അഭിഷേക്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കമ്മിറ്റി ഓഫ് 2 people ഈസ് സെലക്റ്റഡ് ഫ്രം 2 men and 2 women. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ കമ്മിറ്റി വിൽ ഹാവ് 1 man, ഒരു മാൻ, അതിനുള്ള പ്രോബിലിറ്റിയാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് വരും, സോ പ്രോബിലിറ്റി ഓഫ് 1 man എന്ന് പറയുമ്പോൾ അത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. അതായത് പ്രോബിലിറ്റി ഓഫ് 1 man എന്നും പറയാം, അല്ലെങ്കിൽ എങ്ങനെയാ, നമുക്കിവിടെ ആകെ ഉള്ളത് മാനും വുമനും ആണല്ലേ, മെന്നും വുമനും ആണുള്ളത്. സോ നമുക്കിവിടെ എന്ത് പറയാം, പ്രോബിലിറ്റി ഓഫ് 1 man ആൻഡ് 1 woman എന്ന് പറയാം. ഓക്കെ, സോ ഈ രണ്ട് രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ഹിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്, പ്രോബിലിറ്റി ഓഫ് 1 man and 1 woman എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരും, നമ്മുടെ കോമ്പിനേഷൻ കയറി വരും. ഓക്കെ, കോമ്പിനേഷനിലാണ് നമുക്ക് സെലക്ഷൻ നമ്മൾ പഠിച്ചത്. സോ ആ സെലക്ഷനും കൂടി ഇവിടെ കയറി വരുന്നുണ്ട്. അപ്പോൾ ആ സെലക്ഷൻ, അതായത് നമ്മുടെ കോമ്പിനേഷൻ, പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററും കൂടി നമുക്ക് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. സോ ഇവിടെയും നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. നമ്മൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന പ്രോബിലിറ്റിയിലും ഇതേ കാര്യം തന്നെ, അതായത് പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ ആവശ്യമായിട്ട് വരുന്ന കാര്യമാണ്. സോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഓക്കെ, പ്രോബിലിറ്റിയിൽ ഏത് വരുന്നുണ്ട്, പെർമിറ്റേഷൻ കോമ്പിനേഷൻ കൂടി കയറി വരുന്നുണ്ടെന്നുള്ള കാര്യം. ഓക്കെ, സോ ഹിയർ നമുക്ക് ഒരു 2 ആണുങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലേ, 2 men ആയിരുന്നു. 2 menൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യണമെങ്കിൽ എന്ത് വരും, 2C1 എന്ന് വരും. ഓക്കെ, 2 പേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യാനായിട്ട് 2C1 ഇൻറ്റു, അതുപോലെ തന്നെ
ഗേൾസിൻ്റെ കേസും അങ്ങനെയാണ് അല്ലേ, അവിടെ നിന്ന് രണ്ടുപേരിൽ നിന്ന് ഒരാളെ ചൂസ് ചെയ്യണം. സോ 2C1 വരും. സോ 2C1 ഇൻറ്റു 2C1 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പേരാണ് ഉള്ളത്? ടോട്ടൽ എത്ര പേരാണ് ഉള്ളത്? നമുക്ക് എ കമ്മിറ്റി ഓഫ് 2 people ഈസ് സെലക്ടഡ് ഫ്രം 2 men and 2 women എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ടോട്ടൽ 4 ആണ്, 4 പേരാണുള്ളത്. ആ 4 പേരിൽ നിന്ന് നമുക്ക് 2 പേരെ സെലക്ട് ചെയ്യണം. സോ 4C2 വരും അല്ലേ. 4 പേരിൽ നിന്നാണ് 2 പേരെ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു മാൻ ആണ് വേണ്ടത്. സോ ദാറ്റ് മീൻസ് ഒരു മാൻ ഒരു വിമൻ. സോ 2C1 ഇൻറ്റു 2C1 ഡിവൈഡഡ് ബൈ 4C2 എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2C1 2 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 4C2 എന്താ വരിക? 4C2 4 ഇൻറ്റു 4 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, 4 ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ. സോ 4 ഫാക്ടോറിയൽ നമുക്ക് 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ ക്യാൻസൽ ആയി പോകും. സോ ഹിയർ so that is equal to 2 into 2 4 divided by 4 into 3 into 2 factorial divided by 2 factorial 2 തന്നെയാണ് into 2 factorial. So 2 into cancel ആയിപ്പോയി. Then 2ഉം 4ഉം ക്യാൻസൽ ചെയ്ത് കളയാൻ ഇവിടെ 2 വരും. 2 into 3 6 വരും. So 4/6 ആണ് ഇവിടെ കിട്ടുന്ന പ്രോബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് 1 man is equal to 4/6 എന്ന് കിട്ടും. ഓക്കെ, 4/6 എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? 4/6 പ്രോബിലിറ്റി ഓഫ് 1 man is equal to 4/6. കെമിസ്ട്രിയുടെ ക്ലാസ് ഇന്നലെ കെമിസ്ട്രിയുടെ ക്ലാസ് ഉണ്ടായിരുന്നു, അഭിഷേക് കണ്ടില്ലായിരുന്നോ? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി ടൈം ടേബിൾ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. ഓക്കെ, സോ എല്ലാ വീഡിയോസും കാണുക. ഇതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതും എടുത്ത് കാണുക. ഓക്കെ, കെമിസ്ട്രിയും മാത്സും ആണോ അഭിഷേക് ഇമ്പ്രൂവ് ചെയ്യാനിരിക്കുന്നത്? ഫിസിക്സ് ചെയ്യുന്നുണ്ടോ? ഫിസിക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ട്, 8:30 ഫിസിക്സിൻ്റെ ക്ലാസ് ഉണ്ട്. സോ കാണുക. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് 1 man നമ്മൾ കണ്ടുപിടിച്ചത്. നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് 2 men എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് 2 men എന്ന് പറയുമ്പോൾ നമുക്ക് 2 men ആണുള്ളത് അല്ലേ, 2 ആണുങ്ങളാണുള്ളത്. അവരിൽ നിന്ന് 2 പേരെയും സെലക്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് മീൻസ് 2C2 ഡിവൈഡഡ് ബൈ 4C2 എന്ന് വരും. ഓക്കെ, 2C2 ഡിവൈഡ് ബൈ 4C2. 2C2 1/4C2 നമുക്ക് ഇവിടെ കിട്ടിയിരുന്നു 6. സോ 1/6 എന്ന് വരും. ഓക്കെ, 2C2 divided by 4C2 that is equal to 1/6 ആണ് പ്രോബിലിറ്റി വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജോൺ ആൻഡ് മേരി appeared in an examination. The probability that John will qualify the examination is 0.05. സോ നമുക്ക് തരുന്ന കാര്യങ്ങൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതി വയ്ക്കാം. അതായത് John will qualify the examination is 0.05. So probability of J, ജോണിനെ നമുക്ക് J എന്ന് എടുക്കാം. So probability of J is equal to 0.05 എന്ന് വരും. And that of Mary will qualify the examination is 0.10. So probability of M, മേരിക്ക് M കൊടുത്തു. So probability of M is equal to 0.10. Okay, ഇനി എന്താ തന്നിരിക്കുന്നത്? The probability that both will qualify is 0.02. അതായത് both will qualify എന്ന് പറഞ്ഞാൽ എന്താ? J intersection M. ഓക്കെ, J intersection M. അതായത് പ്രോബിലിറ്റി ഓഫ് J intersection M ഈക്വൽ ടു 0.02. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് ജോൺ ഓർ മേരി വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ. ഓർ വരുമ്പോൾ നമുക്ക് എന്തെടുക്കണമെന്നാണ് പറഞ്ഞത്? പ്രോബിലിറ്റി ഓഫ് J or M that is equal to പ്രോബിലിറ്റി ഓഫ് എന്ത് വരും? J യൂണിയൻ M എന്ന് വരും അല്ലേ, J യൂണിയൻ M അല്ലേ, J യൂണിയൻ M. സോ പ്രോബിലിറ്റി ഓഫ് J യൂണിയൻ M is equal to നമ്മൾ എപ്പോഴും എഴുതുമ്പോൾ ഇക്വേഷൻ എഴുതാൻ മറക്കരുത്. ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ അതിന് മാർക്കുള്ളതാണ്. സോ പ്രോബിലിറ്റി ഓഫ് J യൂണിയൻ M is equal to പ്രോബിലിറ്റി ഓഫ് J പ്ലസ് പ്രോബിലിറ്റി ഓഫ് M മൈനസ് പ്രോബിലിറ്റി ഓഫ് J intersection M. Here it is equal to probability of J 0.05 plus probability of M 0.10 minus probability of J intersection M 0.02 equal to എന്ത് വരും? ആഡ് ചെയ്യുക. 0.05 plus 0.10 0.15 വരും. 15 മൈനസ് 0.02 ചെയ്യുമ്പോൾ നമുക്ക് 0.13 എന്ന് കിട്ടും. ഓക്കെ, 0.13 ആയിട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. പ്രോബിലിറ്റി ഓഫ് J or M ഈക്വൽ ടു 0.13. Then next, both John and Mary will not qualify the examination. രണ്ടുപേരും ജയിക്കുന്നില്ല. ഓക്കെ, രണ്ടുപേരും ജയിക്കുന്നില്ല. അതിൻ്റെ മീനിങ് എന്താ?
അതെങ്ങനെ നമ്മൾ ഇന്ന് രണ്ടുപേരും ജയിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് പ്രോബബിലിറ്റി ഓഫ് ജെ കോംപ്ലിമെൻറ്റ്, ജെ ജയിച്ചിട്ടില്ല, ജോൺ ജയിച്ചിട്ടില്ല, ആൻഡ് ഇൻ്റർസെക്ഷൻ എം കോംപ്ലിമെൻറ്റ്. ഓക്കെ, രണ്ടുപേരും ഡിസ്ക്വാളിഫൈ ആയി. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് ജെ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എം കോംപ്ലിമെൻ്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതിന് നമ്മളിപ്പോൾ പഠിച്ചിരുന്നു, എന്താണ് ഡി മോർഗൻസ് ലോ ഇവിടെ അപ്ലൈ ചെയ്യണം. എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് ജെ യൂണിയൻ എം ദ ഹോൾ കോംപ്ലിമെൻ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ജെ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എം കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് ജെ യൂണിയൻ എം ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് കിട്ടും. സോ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു 1 minus probability of J union M, and that is equal to 1 minus probability of J union M. എത്ര കിട്ടിയേക്കുന്നത്? 0.13. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, സോ 1 minus 0.13 ഈക്വൽ ടു എത്ര കിട്ടും? 0.87 എന്ന് വരും അല്ലേ? 0.87 പ്ലസ് 13 ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ, കറക്റ്റാണ്. എന്ത് വരും? 0.87 എന്ന് കിട്ടും. ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ജെ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എം കോംപ്ലിമെൻറ്റ്. Then at least one of them will not qualify the examination. രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ എക്സാമിനേഷന് ജയിക്കരുത് അല്ലേ? വിൽ നോട്ട് ക്വാളിഫൈ. അപ്പോൾ നമുക്ക് ആ വെൻ ഡയഗ്രം ഒന്ന് വരച്ച് കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതായത് വെൻ ഡയഗ്രത്തിൽ സാമ്പിൾ സ്പേസ് എസ്, ജോൺ ഉണ്ട്, മേരി ഉണ്ട്, ജെ എം. ഓക്കെ, രണ്ട് പേരിൽ എന്താ പറയുന്നിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം, ആരെങ്കിലും ഒരാൾ ജയിക്കാതിരുന്നാൽ മതി അല്ലേ? രണ്ടുപേരും ഒരേ സമയത്ത് എന്താവരുത്? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദ എക്സാമിനേഷൻ. രണ്ടുപേരും ഒരേ സമയത്ത് ജയിക്കരുത്, ആരെങ്കിലും ഒരാൾ ജയിക്കാം. ഓക്കെ, സോ ഈ പോർഷൻ വരില്ല, ഇൻ്റർസെക്ഷൻ വരില്ല, ബാക്കിയുള്ള എല്ലാ പോർഷൻസും വരും. സോ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്യാം? അതായത് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ വിൽ ക്വാളിഫൈ ദ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ വിൽ നോട്ട്, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം will not qualify ഈക്വൽ ടു എന്ത് വരും? അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ എന്ന് പറയുമ്പോൾ ഈ ഇൻ്റർസെക്ഷനുള്ള പോർഷൻസ് മാത്രം അങ്ങോട്ട് ഒഴിവാക്കുക. ടോട്ടൽ എത്ര വരുന്നത്? ടോട്ടൽ എപ്പോഴും 1 ആണ് അല്ലേ? പ്രോബിലിറ്റി ഓഫ് ദി സാമ്പിൾ സ്പേസ് എപ്പോഴും 1 ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ 1 മൈനസ് എന്ത് വരും? 1 മൈനസ് ടോട്ടൽ, രണ്ടുപേരും ഒരേ സമയത്ത് ക്വാളിഫൈ ചെയ്യുക അല്ലേ? അതാണ് നമ്മൾ ഇൻ്റർസെക്ഷൻ പറഞ്ഞത്. സോ ആ ഇൻ്റർസെക്ഷനിൽ വരുന്നത് എത്രയാണോ? ഇൻ്റർസെക്ഷനിൽ വരുന്നത് 0.02. ആ 0.02 അവിടെ നിന്ന് മൈനസ് ചെയ്ത് കളയുക. അതായത് 1 മൈനസ് 0.02 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.98 എന്ന് വരും. ഓക്കെ, 0.98 ആണ് അവിടെ കിട്ടുന്നത്. അറ്റ്ലീസ്റ്റ് പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ നോട്ട് ക്വാളിഫൈ ദി എക്സാമിനേഷൻ ഈസ് ഈക്വൽ ടു 0.98. ക്ലിയർ? എളുപ്പമല്ലേ? അടുത്തേക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. 7 cards are drawn from a pack of well shuffled 52 playing cards. ശ്രദ്ധിച്ചോ? നമ്മുടെ പ്ലേയിങ് കാർഡ്സ് ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഓക്കെ, നോക്കിക്കേ. 7 cards are drawn from a pack of well shuffled 52 playing cards. Then ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ? ഇത് എത്ര വേസിൽ പോസിബിൾ ആണെന്ന്? എത്ര വേസിൽ പോസിബിൾ ആയിട്ട് വരിക? നമുക്കാകെ എത്ര കാർഡ്സ് ഉണ്ട്? 52 കാർഡ്സ് ഉണ്ട്. സോ ഓപ്ഷൻ എ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ. 52 കാർഡ്സ് ആണുള്ളത്. ആ 52 കാർഡ്സിൽ നിന്ന് നമുക്ക് എത്ര വേണം? 7 കാർഡ്സ് ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വരുന്ന ഏതാ? അവിടെ വരുന്നത് കോമ്പിനേഷൻ ആണ് അല്ലേ? കോമ്പിനേഷൻ. സോ 52C7 എന്ന് വരും. ഓക്കെ, 52C7 വേസിലാണ് നമുക്കിവിടെ എന്ത് വരുന്നത്? ഈ ചൂസ് വേസ്. എത്ര വേസിൽ നമുക്ക് ഇത് പോസിബിൾ ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 52C7 വേസിലാണ് നമുക്ക് 7 കാർഡ്സ് 52 കാർഡ്സിൽ നിന്ന് ചൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ കിങ്സ്? എല്ലാം കിങ് ആയിരിക്കണം. എല്ലാം കിങ് എന്ന് വരുമ്പോൾ എല്ലാം കിങ് എന്നല്ല, എല്ലാ കിങ്സും അതിലുണ്ടാകണം. ഓക്കെ, 7 കാർഡ്സ് ഉണ്ട്. നമുക്ക് ടോട്ടൽ എത്ര കിങ്സ് ഉണ്ട്? നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ 4 ഡിവിഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? കാർഡ്സിനെ മെയിനായിട്ട് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോന്നിലും ഓരോ കിങ് വെച്ച് വരുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് പ്രോബിലിറ്റി ഓഫ് ഓൾ കിങ്സ് ഓക്കെ, പ്രോബിലിറ്റി ഓഫ് ഓൾ കിങ്സ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? ഈക്വൽ ടു 4 കിങ് ആണുള്ളത്. ആ 4 പേര് ഇവിടെ വരുന്നുണ്ട്. 4C4 ഇൻറ്റു ബാക്കി എത്രയുണ്ട്? 4 പേര് നമ്മളവിടെ ചൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് എത്രയാ? 3 പേരുള്ളൂ. ആ 3 പേര് ചൂസ് ചെയ്യുന്നത് എത്ര പേരിൽ നിന്നാ? എത്ര പേരിൽ നിന്നാണ് ചൂസ് ചെയ്യേണ്ടേ? മൊത്തം 52 കാർഡ് ഉണ്ട് അല്ലേ? മൊത്തം 52 കാർഡ് ഉണ്ട്. അതിൽ നിന്ന് 4 പേര് കിങ് ആണ്. ആ 4 പേര് കിങ്ങിനെ നമ്മൾ എന്തായാലും എടുത്തു വെച്ച് കഴിഞ്ഞു. നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു.
ഇനി ബാക്കിയുള്ളത് മൊത്തം 48 കാർഡ്. ആ 48 കാർഡിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത് ബാക്കി റിമൈൻ ചെയ്യുന്ന 3 കാർഡുകളാണ്. സോ അതാണ് ഇവിടെ വരുന്നത് 48C3 എന്ന്. ഓക്കെ, 48C3 എന്ന് വരും. സോ 4C4 into 48C3 ഡിവൈഡഡ് ബൈ ടോട്ടൽ 52C7. ഇത്രയുമാണ് നമ്മുടെ സാമ്പിൾ സ്പേസിൽ വരുന്നത് അല്ലേ. സാമ്പിൾ സ്പേസിൽ വരുന്നത് 52C7 ആണ്, അത് ഇവിടെ വരും. ഓക്കെ, സോ 4C4 into 48C3 ഡിവൈഡ് ബൈ 52C7 ഇതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. എപ്പോഴും ആൻസർ കംപ്ലീറ്റ് ആയിട്ട് ഇരിക്കുക, അതാണ് നല്ലത്. ഓക്കെ, സോ നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതാണ്. സോ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. ദെൻ തേർഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എ കിങ് കാർഡ്? കിങ് കാർഡ് ഉണ്ടാവാനേ പാടില്ല. കിങ് കാർഡ് ഉണ്ടാവാനേ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 4 പേര് എന്തായാലും വരാൻ പാടില്ല. സോ ബാക്കി എന്ത് വരും? അതായത് പ്രോബിലിറ്റി ഓഫ് നോ കിങ്സ്. നോ കിങ്സ് എന്ന് പറയുമ്പോൾ ആ 4 പേരെ നമ്മൾ അങ്ങോട്ട് ഒഴിവാക്കി കളഞ്ഞു. അതായത് ആ 4 കാർഡുകൾ നമ്മൾ എടുത്തിട്ടില്ല. ബാക്കി എത്രയുണ്ട്? 48 കാർഡുണ്ട്. ആ 48 കാർഡിൽ നിന്നാണ് നമുക്ക് വേണ്ടുന്ന 7 കാർഡ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ 48C7 ഡിവൈഡഡ് ബൈ 52C7 എന്ന് വരും. ഓക്കെ, 48C7 ഡിവൈഡ് ബൈ 52C7. ഈ 52C7 എന്ന് പറയുന്നത് നമ്മുടെ സാമ്പിൾ സ്പേസിലുള്ള എലമെൻറ്റ് തന്നെയാണ്. ഓക്കെ, അതെന്തായാലും അവിടെ ഫിക്സഡ് ആണ്. സോ ബാക്കി റിമൈൻ ചെയ്യുന്ന നോ കിങ്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്ത് വരും? 48C7 ഡിവൈഡഡ് ബൈ 52C7 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ മഹേഷ് പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. ഫസ്റ്റ് ഉത്തരം കറക്റ്റ് 52C7. ഓക്കെ, ബാക്കിയുള്ളതിൻ്റെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാം. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, in a random experiment 6 coins are tossed simultaneously. Write the number of sample points in the sample space. ഇവിടെ ഈ സാമ്പിൾ സ്പേസിൽ വരുന്ന സാമ്പിൾ പോയിന്റുകൾ എത്രയായിരിക്കുമെന്ന്. നമ്മൾ 6 കോയിൻസാണ് ടോസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു n കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് അവിടെ എത്ര ഔട്ട്കംസ് ഉണ്ടാകുക? ടോട്ടല് 2n ഔട്ട്കംസ് ആണ് ഉണ്ടാകുന്നത് അല്ലേ. ഈ 2 വന്നത് എവിടെ നിന്നായിരുന്നു? ഈ 2 വന്നത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ 2 ഔട്ട്കംസ് ആണ് ഉള്ളത്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ 2 ഔട്ട്കംസ് ആണെങ്കിൽ n കോയിൻസ് ടോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2n ഔട്ട്കംസ് ഉണ്ടാകും. ഓക്കെ, 2n ഔട്ട്കംസ് ഉണ്ടാകും. സോ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് 6 കോയിൻസ് ടോസ് ചെയ്യുന്ന കേസാണ്. സോ 6 കോയിൻസ് ടോസ് ചെയ്യുന്ന കേസിൽ എങ്ങനെ വരിക? 6 കോയിൻസ് ടോസ് ചെയ്യുമ്പോൾ 2/6, ഓപ്ഷൻ സി, 2/6 ഔട്ട്കംസ് ആണ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, so 2/6 ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഗിവൺ ദാറ്റ് പ്രോബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു 0.50, പ്രോബിലിറ്റി ഓഫ് ബി ഈസ് ഈക്വൽ ടു 0.6, പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു 0.3. ഫൈൻഡ് പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ അല്ലേ. 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ. ഓക്കെ, രോഹിണി പറഞ്ഞ ഉത്തരവും കറക്റ്റ് ആണ്, 2/6 എന്ന് വരും. ഓക്കെ, ദെൻ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ എത്രയാ? 0.5 ആ. സോ 1 മൈനസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.5 എന്ന. നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, എല്ലാവരും ഇക്വേഷൻ ഇത് എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന വരിക. സോ ഹിയർ ഇറ്റ് ഈസ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ 0.5 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി 0.6 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.3 ഈക്വൽ ടു 0.5 പ്ലസ് 0.6 0. ആണോ വരിക? 1.1 എന്ന് വരിക അല്ലേ. 1.1 മൈനസ് 0.3, 1.1 മൈനസ് 0.3 എത്ര വരിക? 0.8. ഓക്കെ, സോ പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എത്ര വരും? 0.8 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്താ? പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതല്ലേ നമ്മൾ കണ്ടേ? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാലും പ്രോബിലിറ്റി ഓഫ് എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും രണ്ടും സെയിം ആൻസർ ആണ് വരുന്നത്. സോ ഹിയർ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു പ്രോബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എ എത്രയാ? 0.5 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0.3 ഈക്വൽ ടു 0.2 എന്ന് കിട്ടും. ഓക്കെ, സോ probability of A intersection B complement equal to 0.2. Next one, probability of A complement union B complement. Probability of A complement union B complement. De Morgan's law apply ചെയ്യുക. എന്ത് വരുന്നത്? Probability of A intersection B the whole complement. Okay,
probability of A intersection B the whole complement, and that is equal to 1 minus probability of A intersection B. 1 minus probability of A intersection B. So that is equal to എന്താ വരിക 1 minus probability of A intersection B. 1 minus A intersection B യുടെ probability എത്രയായിരുന്നു? A intersection B യുടെ probability 0.3. So 1 minus 0.3 that is equal to 0.7 എന്ന് കിട്ടും. ഓക്കെ, 0.7 ആൻസർ ആയിട്ട് കിട്ടും. എളുപ്പമല്ലേ? ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ് അല്ലേ? സോ കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രോബബിലിറ്റിയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ എല്ലാവരും കറക്റ്റ് ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ. നമുക്കിവിടെ ജസ്റ്റ് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തുള്ള ഈ 4 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് ഇതോടുകൂടി നമുക്ക് ഈ സെഷനായിട്ട് നിർത്താം. പോരെ? നമുക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, തിയറി പാർട്ടും നമ്മൾ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ തിയറി ഫുള്ളായിട്ട് കറക്റ്റായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റർ മാത്രമല്ല ബാക്കിയുള്ള ചാപ്റ്റേഴ്സും എല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. അതിനുശേഷം പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കുക. എക്സാം അടുത്ത് വരികയാണ്. അപ്പോൾ എല്ലാവരും കറക്റ്റായിട്ട് ഇരുന്ന് പഠിക്കുക, ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ ഇരുന്ന് പഠിക്കുക. നമുക്ക് സെഷൻ നിർത്തിയാലോ? സോ അപ്പോൾ എല്ലാവർക്കും ബൈ.